ജനങ്ങൾ കണ്ടാലും പാടില്ല. മണ്ണാർക്കാട് നിങ്ങളൊരു കോമാളിയാണ് അല്ലേ എന്നുള്ള ഒരു ധ്വനിയാണ്. റോട്ടില് ആ പൂച്ചട്ടി വെച്ച് വെള്ളം ഇങ്ങനെ നനക്കാണ്. അത് ആളുകൾക്ക് പ്രശ്നമില്ല, പക്ഷെ എനിക്കതൊരു പ്രശ്നമാണ്. എന്റെ പാർട്ടി ഈ വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് ഈ പൂച്ചട്ടിത്തെ ചെടികൾ മുഴുവൻ വാടി, പിന്നെ ഒരു വേറെ മാറ്റണു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ മനസ്സിലായി, ആളുകൾക്ക് മനസ്സിലാവും ഇത് അവിടെ അപ്പുറത്ത് പീഡിയക്കാരില്ലേ, കടക്കാര് വെള്ളം ഒഴിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ ഇതിന് ഫണ്ട് ചെലവാക്കും. ഒരാവശ്യവും ഇല്ലാതെ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു ചാടി സമരം ചെയ്തിരിക്കും. ബിൽഡിംഗ് ടാക്സ്, പിന്നെ അവിടുത്തെ ഷെഡ്, മെയിൻ വിഷയങ്ങളാണ്. കാരണം ഇതില് ജനങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ പക്ഷെ എന്റെ ശരികളാ, ഞാനതില് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ജനകീയമായി നിന്ന് സമരം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് വലിയൊരു അഭിപ്രായമാണ്. ഞാൻ ലീഗിന് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ടാണ് കാണുന്നത്. നമസ്കാരം, ദേശവാണി എഫ്എമ്മിലേക്ക് സ്വാഗതം. ദേശവാണി എഫ്എമ്മിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് NCP മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സദഖത്തുള്ള പട്ടണത്താണ്. നമസ്കാരം. നമസ്കാരം. മണ്ണാർക്കാട് ഇപ്പോൾ നിലവിൽ വലിയ രൂപത്തിൽ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഇടതുപക്ഷത്തിന്റെ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടി കൂടെയാണ് NCP. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ എങ്ങനെയാണ് കാണുന്നത്? സ്ഥാനാർത്ഥി നിർണയത്തെ എങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചാല്, ഇവിടെ നിലവിൽ സീറ്റ് CPIക്കാണ്. CPI ഒരാളെ നിർത്തും, അതായത് അവര് തെരഞ്ഞെടുത്ത ഒരാളെ നിർത്തും. അതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്താങ്ങും. അയാളെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ജയിപ്പിക്കാനുള്ള പ്രവർത്തനം. മണ്ണാർക്കാട് ഒരു സ്ഥാനാർത്ഥി വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് രൂപത്തിലും നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നു ഞാൻ തോന്നുന്നില്ല. കാരണം CPIയുടെ സീറ്റാണ് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് നിങ്ങളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ കമ്മിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഏത് രൂപത്തിലുള്ള സ്ഥാനാർത്ഥി വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അതെന്താന്ന് ചോദിച്ചാല്, ഏത് വിധത്തിലുള്ള സ്ഥാനാർത്ഥി എന്നുള്ളത് ഞങ്ങൾ ചോദിക്കേണ്ട ചോദ്യമല്ല. കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സെറ്റ് സാധന, CPI എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാന. അവര് കൃത്യമായിട്ട് ഒരാളെ നിർത്തും. ആ നിർത്തുന്ന ആളുകളെ പിന്തുണക്കുക, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ഇപ്പൊ നിലവിൽ ഒരു സർവ്വസമ്മതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്നുള്ള ഒരു ആവശ്യം ഈ CPMന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ, NCPക്കുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ CPI നിർത്തുന്ന തന്നെ സർവ്വസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ CPM അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ആ പാർട്ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, എങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ നിർണയിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും. ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോന്ന് എനിക്കറിയില്ല. അതായത് മണ്ണാർക്കാട് എത്രത്തിലുള്ള സ്ഥാനാർത്ഥി വേണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല, നമ്മള് ഇവിടെ കാണുന്നത് കൃത്യമായ രാഷ്ട്രീയ. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ 5 വർഷത്തില് 10 വർഷത്തില് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ, ക്ഷേമ പ്രവർത്തനങ്ങളെ, ഇത് ഓരോ ആളുകളുടെ വീടുകളിലും എത്തിയിട്ടുണ്ട്. അതിനെ വിലയിരുത്തിയിട്ടാണ് ഇവിടെ വോട്ട് ചെയ്യുക. അപ്പൊ സ്ഥാനാർത്ഥി എന്നുള്ളതില് നമുക്ക് ഒരു ഇതുമില്ല, ആരാണെങ്കിലും ഇവിടെ വിജയം. മണ്ണാർക്കാട് CPI ഏത് സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാലും അതെല്ലാം NCPയെ സംബന്ധിച്ചിടത്തോളം അത് സർവ്വസമ്മതനാണ്. ജനങ്ങൾക്ക് അതെ, CPI ഒരു സ്ഥാനാർത്ഥിനെ വെച്ചാൽ അത് സർവ്വസമ്മതനാണ്. അത് NCP അംഗീകരിക്കും, അത് NCPയുടെയും കൂടി സ്ഥാനാർത്ഥിയായിരിക്കും. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ 15 വർഷമായി ഇടതുപക്ഷത്തിന് ഭരണമില്ല, MLA ഇല്ല. അങ്ങനെ വരുമ്പോൾ താങ്കൾ ഏത് രൂപത്തിലുള്ള എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്? അതാണ് ഞാൻ മനസ്സിലാക്കിയത്, അതാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപാട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സമയബന്ധിതമായിട്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. കാരണം അതെന്താണെന്ന് വെച്ചാൽ, ഭരിക്കുന്ന പാർട്ടിയുടെ MLA ഉണ്ടാകുമ്പോൾ ആക്സസ് ആണ്, ഒന്നുകൂടി ആക്സസ്സാണ്. അതായത് വലിയ പദ്ധതികൾ ഒന്നും ഇവിടെ വന്നിട്ടില്ല, ഒരു മേജർ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളും ജനങ്ങളിലേക്ക് ഈ ഗവൺമെന്റിന്റെ എല്ലാ സാധനങ്ങളും എത്തണമെങ്കിൽ ഇവിടെ LDFന്റെ സ്ഥാനം. നിങ്ങൾ പറഞ്ഞു വരുന്നത് മണ്ണാർക്കാട് MLA ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. മണ്ണാർക്കാട് MLA എന്താ ചെയ്തിക്കണേ? വികസന നായകന് എന്ന് പറയുന്നത് കുറെ ഫ്ലക്സ് ബോർഡുകളിലോ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുമല്ല. എനിക്ക് അദ്ദേഹം വികസന നായകനാണ് എന്ന് തോന്നത്തക്ക വിധമുള്ള എന്താണെന്നുള്ള നിങ്ങൾ പറഞ്ഞുതരും.
മണ്ണാർക്കാട് അപ്പൊ അത്തരത്തിലുള്ള വികസനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നത്. എന്റെ അഭിപ്രായം ഒന്നുമല്ല, അത് സത്യമാണ്. പ്രകടന പത്രികയില് കഴിഞ്ഞ പ്രാവശ്യമുള്ള പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് നോക്കുക. എനിക്ക് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനൊന്നും ഒരു താല്പര്യമില്ല. ഞങ്ങള് കറക്റ്റാണ്. ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചത് മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്യും. ഇപ്പൊ നിലവിലെ നിങ്ങൾ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ഈ ഒരു MLA അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു MLA വരികയാണെങ്കിൽ നിങ്ങൾ ഏത് രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ണാർക്കാട് ചെയ്യണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുക? എനിക്കെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിട്ട് ആശുപത്രി ഒന്ന് നന്നാക്കുക, ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തുക, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, ഒരു വലിയ പദ്ധതികൾ, അതേപോലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഇവിടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നഴ്സിംഗ് കോളേജിനൊക്കെ സാധ്യത ഉണ്ട്. അതായത് ഓരോ പ്രപ്പോസല് കൊണ്ടുവന്ന് ഭരണത്തിലിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടി ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഇത്തവണ UDF വലിയ രൂപത്തിലൊരു ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ അവരുടെ ഒരു ഗവൺമെന്റ് വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ UDFന്റെ ഒരു MLA അല്ലേ ഇവിടെ വരേണ്ടത്? അങ്ങനെ സംഭവിച്ചാൽ അവരാഗ്രഹിക്കുന്ന പോലെ സംഭവിച്ചാൽ അവരാഗ്രഹിക്കുന്ന പോലെ ഇവിടെ സംഭവിക്കൂല. കാരണം ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നോക്കൂ, വികസന പ്രവർത്തനങ്ങൾ നോക്കൂ, ഇത് ആളുകൾക്ക് ഇത് മറക്കാൻ കഴിയില്ല. കേരളത്തിലുള്ള സഞ്ചരിക്കുന്ന ആളുകൾക്ക് അറിയാം, ഇന്ത്യക്ക് മാതൃകയാകുന്ന തരത്തിലാണ് ഗവൺമെന്റ്. ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും കള്ളക്കഥകൾ ഒരുപാട് പറയും. പക്ഷെ ഓരോ വീട്ടിലും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, ഏതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, എങ്ങനെയാണ് ക്ഷേമപ്രവർത്തനം ക്ഷേമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വയോധന പെൻഷൻ എങ്ങനെ കൊടുക്കുന്നത്, അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്ന്. അതായത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ മാത്രമേ ഈ ക്ഷേമ പെൻഷൻ കിട്ടുള്ളൂ, അതുപോലുള്ള ക്ഷേമ കാര്യങ്ങളും വികസന കാര്യങ്ങളും നടത്തുള്ളൂ എന്നുള്ള ഉത്തമ ബോധം ഇവിടുത്തെ വോട്ടർമാർക്കുണ്ട്. ആ മൊത്തത്തിലുള്ള ഈ സത്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇലക്ഷൻ. അപ്പൊ ഇത്തവണ കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഉണ്ടാവുന്നത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ഞാൻ പറഞ്ഞില്ലേ, കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ പറയാം. ഇവിടെ കൃത്യമായിട്ടും ഇവിടെ വലിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അങ്ങനെയാണെങ്കിൽ മണ്ണാർക്കാട് ഒരു വലിയൊരു അട്ടിമറിക്ക് സാധ്യതയുണ്ട്. അതായത് മണ്ണാർക്കാട് ഇത്തവണ LDF MLA ഉണ്ടാവും. അട്ടിമറിയെന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജയിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം അത് മാറി ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ശക്താണ്. അതായത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടാവും. ജനങ്ങൾക്ക് അറിയാം, ഞങ്ങളറിയാം, ഞങ്ങൾക്ക് ജനങ്ങളെ അറിയാം. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFന് വലിയ രൂപത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എത്തരത്തില് അത് എങ്ങനെയാണ് NCP എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തിയത്? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, അത് പരിശോധിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. എന്നാൽ കൂടി അതിൽ എന്തൊക്കെ പിഴവുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധിച്ചതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. LDF യോഗത്തിൽ നിങ്ങൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചു, അതിനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യണം, അത്തരത്തിലുള്ള രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്ലേ, അത് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഒരു കൂട്ടായ്മയാണത്. LDF യോഗങ്ങളിൽ ചർച്ച ചെയ്യും, അതിന്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും. എന്തുകൊണ്ട് തോൽവി സംഭവിക്കുന്നു, എന്തുകൊണ്ട് വോട്ട് ചോരുന്നു, അതിന്റെ സാഹചര്യം എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അത് മാറ്റങ്ങൾ വരും. അവര് പറയുന്ന മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. ഒരു സീറ്റില് അധികം കിട്ടിയിരിക്കുകയല്ലേ, പിന്നെ മുനിസിപ്പാലിറ്റി കൃത്യമായി പ്രവർത്തിച്ചു. പക്ഷെ സീറ്റുകൾ അധികരിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി. ഒരു സീറ്റ് അധികരിച്ചു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടിയ ഒരു നേട്ടമാണെന്നാണ് പറയപ്പെടുന്നത്. അല്ല, അങ്ങനെയില്ലല്ലോ, നേട്ടാണ്. ഇവിടെ വിജയാണെന്നുള്ളതാണ് പറയാനുള്ളത്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയമാണ്. മൊത്തത്തിൽ കേരളത്തിൽ വന്ന കുറവുകള് പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ വീടുകളിൽ കയറൽ തുടങ്ങിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ വീടുകളിൽ കയറുകയാണ്, ആളുകളായിട്ട് സംവദിക്കുകയാണ്. അതായത് സാധാരണ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങള് എന്താണ്,
അത് ഹൈലൈറ്റ് ചെയ്യും, അത് പരിഹരിക്കുകയാണ് ഞങ്ങളുടെ ഓരോ ആളുകളുടെയും കടമ. നിങ്ങളോട് ചോദിക്കുന്നതിൽ പ്രസക്തി ഉണ്ടോന്ന് അറിയില്ല. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് 2 തട്ടിലാണ് എന്നാണ് പറയപ്പെടുന്നത്, 2 വിഭാഗമായി എന്നാണ് പറയപ്പെടുന്നത്. അത് എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത്? അതിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗിന്റെ വിഷയം, എന്നോട് ചോദിക്കേണ്ടതിൽ പ്രസക്തിയേ ഇല്ല. അത് MLA ആരായാലും, MLA ആയിക്കോട്ടെ, അത് അവർ തീരുമാനിക്കുക. ആരാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മളെ എതിരാളികളാണ്, രാഷ്ട്രീയപരമായ എതിരാളികളാണ്. അവരുടെ നിലപാടുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും ഞാൻ ആ ചോദ്യത്തിലേക്ക് കിടക്കാനുള്ള ഒരു സാഹചര്യം എന്താ വെച്ചാൽ, മണ്ണാർക്കാട് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട്, ശരിയാണോ? അതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പില്ല. കാരണം എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണ് അത് ഉണ്ടാകുക? ഈ വികസന നായകൻ എന്ന് പറഞ്ഞിട്ട് വലിയ ഹൈലൈറ്റ് ചെയ്യാണ് അതിന് മാത്രമുള്ള. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം എന്നോട് എന്താണ് വികസനം, കൃത്യമായിട്ട് എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതെന്താന്ന് വെച്ചാൽ ഫ്ലക്സുകളിലും മറ്റുള്ള സാധനങ്ങളിലും ഇതാക്കി, അത് ലീഗിന്റെ കാര്യമാണ്. ഞാൻ ലീഗിന് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ടാണ് കാണുന്നത്, രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ കാണുന്നില്ല. അപ്പൊ നമുക്ക് ഒഴിവാക്കാം. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു? അല്ല, എനിക്ക് അതിനെ മനസ്സിലാക്കിക്കണ, ഞാൻ രാഷ്ട്രീയം മനസ്സിലാക്കിക്കണ അങ്ങനെയാണ്. അപ്പൊ ലീഗിനെ സംബന്ധിച്ച് അത് ലീഗിന്റെ ആഭ്യന്തര കാര്യമാണ്. അവരാരും അടിക്ക് പറയുക ഇതാക്കി ആരെ വേണേലും നിർത്തി. എംപിമാരും MLA മാരും ഉള്ള ഒരു രാഷ്ട്രീയ സംഘടനയെ നിങ്ങൾ ചാരിറ്റബിൾ പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത്? അതെ അത് പിന്നെ അതെ, കാരണം എന്താ പറയുക, അവരുടെ പ്രവർത്തനങ്ങള് അങ്ങനെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ പ്രാദേശിക നേതാക്കൾ ഇവിടെ മത്സരിക്കണം എന്ന് പറയുന്നുണ്ട് ലീഗിന്റെ ഉള്ളിൽ. ലീഗ് ഇത്തവണ ഇവിടെ പ്രാദേശിക നേതൃത്വത്തിന് മുൻഗണന നൽകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫായിദ ബഷീർ ഇവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിലും വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അല്ല, അത് എനിക്കറിയില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇവരുടെ എത്രത്തോളം വികസനം ഉണ്ട് എന്നുള്ളതൊന്നും അതിൽ നമ്മൾ. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ വികസനം നടന്നിട്ടില്ല. എന്ത് വികസനം നടക്കണം? ഞാൻ ഒരുപാട് സമരങ്ങൾ ചെയ്തു. അതിലേക്കാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സമരങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് എങ്ങനെയാണ് അതിലെ നിങ്ങൾ നോക്കിക്കാണുന്നത്? അല്ല, ഒരുപാട് സമരങ്ങള് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളിലും എനിക്ക് തോന്നിയ വിഷയങ്ങളുണ്ട്. അതായത് ഒരു ജനകീയമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ജനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ പിന്നിൽ നിൽക്കുക അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളത്. അതായത് ഒരാവശ്യമില്ലാതെ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു ചാടി സമരം ആയിരിക്കാം. എനിക്ക് ചിലതിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ ജനങ്ങൾ കണ്ടാലും പാടില്ല. അതായത് ചില വിഷയങ്ങളിൽ ഒരു രാഷ്ട്രീയക്കാരൻ എനിക്ക് തിരിച്ചറിവ് ഉണ്ടായത്, ജനങ്ങൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ അതിന്റെ മുന്നിൽ നിന്നിട്ട് ആ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതുള്ളൂ. ഇപ്പോൾ പല കാര്യങ്ങളിലും എനിക്കതില് പിന്നെ ബിൽഡിംഗ് ടാക്സ്, പിന്നെ അവിടുത്തെ ഷെഡ്, ഇങ്ങനെ പല കാര്യങ്ങളും ജനങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതായത് മെയിൻ വിഷയങ്ങളാണ്. കാരണം ഇതില് ജനങ്ങൾക്ക് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതെ അതെ, അങ്ങനെ ചില കാര്യങ്ങളില് നമ്മള് എടുത്തു ചാടിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയണേ. അതിന് ഞാന് ഇല്ലാന്ന് പറയുന്നില്ല. ചില കാര്യങ്ങൾ അബദ്ധം പറ്റിക്കല്ല. എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സുപ്രധാന സാമൂഹിക പ്രവർത്തനം. എനിക്ക് ചിലപ്പോ ഇപ്പോഴും ഞാൻ പറയണം, ഇങ്ങനെയൊക്കെ എടുത്തു ചാടുന്ന ശരിയാവില്ല. കാരണം ചിലപ്പോ ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പോലെ. പക്ഷെ എന്റെ ശരികളാ. ഞാനതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, പല കാര്യങ്ങളിലും നോക്കാം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ആയാലും മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയമായി നിന്ന് സമരം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് വലിയൊരു അഭിപ്രായമാണ്. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ മുമ്പില് വരുന്ന വിഷയങ്ങള്, അത് ജനങ്ങളുടെ വിഷയങ്ങള്, അത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും അതിനെ ഹൈലൈറ്റ് ചെയ്യുക, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇത് ഒരു രാഷ്ട്രീയക്കാരന്റെ കടമയെന്നുള്ള രീതിയിൽ അതിൽ പല വിഷയങ്ങളിലും ഇദ്ദേഹം പറഞ്ഞ പോലെ ആക്ഷേപങ്ങൾ ഉണ്ടാവും. കാരണം അത് ജനങ്ങൾക്ക് അത്ര വിഷയം ഉണ്ടാവില്ല. അതായത് റോട്ടില് ആ പൂച്ചട്ടി വെച്ച് വെള്ളം ഇങ്ങനെ നനക്കുകയാണ്, അത് ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്കതൊരു പ്രശ്നമാണ് എന്റെ പാർട്ടിക്കും നനക്കാത്തത്. അല്ല, അതായത് അതാ പിന്നെ
വ്യാപാരികൾ നനക്കൂലേ? ഇതിനൊരു 5-8 ആൾക്കാർ വെള്ളം ഒഴിച്ചു പോകുമ്പോൾ എനിക്ക് പ്രശ്നമാണ്. നമ്മള് അതെന്തുകൊണ്ട് നനക്കണെന്ന് ചോദിക്കും. പക്ഷെ അത് ജനങ്ങൾക്ക് പ്രശ്നമില്ല. ആരായാലും നനഞ്ഞാ മതി, പറഞ്ഞിരുന്നത്. അതെ, ആരാണെങ്കിലും നനഞ്ഞാ മതി. പക്ഷെ നമ്മള് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിന് കുറെ ഫണ്ട് ചെലവാക്കല്ലേ. പ്രോപ്പർ സംവിധാനം ഉണ്ടാവുമ്പോ പിന്നീട് വേറൊരാൾ അതില് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, അതായത് പിന്നെ റോട്ടില് പൂച്ചട്ടി വെക്കുന്നു, ആ പൂച്ചട്ടിയിൽ വെള്ളം ഒഴിക്കാനും ടീമാണ്. ഈ വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് ഈ പൂച്ചട്ടിത്തെ ചെടികൾ മുഴുവൻ വാടി, പിന്നെ ഒരു വേറെ മാറ്റണു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ മനസ്സിലായി, ആളുകൾക്ക് മനസ്സിലാവും ഇത് അവിടെ അപ്പുറത്തെ പീഡിയക്കാരില്ലേ, കടക്കാര് വെള്ളം ഒഴിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ ഇതിന് ഫണ്ട് ചെലവാക്കുന്നു, അതെന്ത് ചോദ്യം ചോദിക്കേണ്ടി വരികയാണ്. അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ആണ് നിങ്ങളിപ്പോ ചോദിച്ചതിലുള്ള ഇതുണ്ട്. അതായത് നിങ്ങൾ ചോദിച്ചതിൽ ചോദ്യമുണ്ട്, മണ്ണാർക്കാട് നിങ്ങളൊരു കോമാളിയാണ് അല്ലെ എന്നുള്ള ഒരു ധ്വനിയാണത്. യെസ്, അതാണ് ഈ പറയപ്പെടുന്നത് എന്താന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് വസ്തുതയാണ്. ആളുകളുടെ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോ മഹാത്മാഗാന്ധിനെ പറഞ്ഞിട്ടില്ലേ, ആദ്യം പുച്ഛിക്കും, പിന്നെ കോമാളിയാക്കും, പിന്നെയുള്ള അംഗീകരിക്കുക. പക്ഷെ എനിക്ക് നിന്നെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത ശരികൾ ശരിയാണെന്നും തെറ്റ് പറ്റിയെന്നുള്ളത് നമുക്ക് പറയാൻ ഒരു മടിയില്ല. അതാ ഞാൻ പറയുന്നത്, നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചോദ്യം വന്നല്ലോ, അപ്പൊ എന്റെ ഭാഗത്ത് ചില ഇടപെടലുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒരു ഔട്ട് സ്പോക്കൺ. ഒരിക്കലും താങ്കൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, സമരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ചെറുതാക്കി കാണുന്നില്ല, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാനും പോകുന്നില്ല. ഏതായാലും മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്, മണ്ണാർക്കാട് CPI ആര് നിർത്തിയാലും അതിനെ കൂടെ കട്ടക്ക് NCP ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നിലപാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ, ഇവിടെ CPIക്കാണ് സ്ഥാനാർത്ഥി, CPI ആരെ നിർത്തിയാലും അതിനെ വിജയിപ്പിക്കാനുള്ള പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കലാണ് ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ളതിന്റെ നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കും. മണ്ണാർക്കാട് മുസ്ലിം ലീഗിൽ 2 വിഭാഗം ഉണ്ട് എന്ന് പറയുമ്പോൾ NCPയിലും 2 വിഭാഗങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ? ഈ പാർട്ടികളിലെ വിഭാഗങ്ങൾ ഉണ്ടാകാം, വിഭാഗങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാം, അതൊക്കെ ഉണ്ടാകാം. അത് ഓരോ ലീഗിൽ 2 ഗ്രൂപ്പ് ഉണ്ടോന്ന് എനിക്കറിയില്ല. NCPയിൽ 2 ഗ്രൂപ്പ് ഉണ്ടോന്ന് എനിക്കറിയില്ല. എവിടെ ഗ്രൂപ്പ്? അല്ല, പിളർന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല, പിളർന്നു, അതങ്ങനെ തന്നെയാണ്. അത് ചില സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം പിളർന്നതല്ലേ. CPI പിളർന്ന് CPM ആയില്ലേ, CPI എന്ന് മാറിയില്ലേ. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്ന് പല പാർട്ടികളും ആയില്ലേ. എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലല്ലായിരുന്നു. അപ്പൊ ആ മാറ്റങ്ങൾ അതൊരു പ്രസക്തി. ഇതിൽ മറ്റൊരു രസകരമായ ഒരു ചോദ്യം കൂടെ താങ്കളോട് ചോദിക്കാനുണ്ട്. ഇത്തവണ താങ്കൾ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു കാര്യം ഞാൻ മനസ്സിലായി, ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് താങ്കൾക്ക് സീറ്റ് ഉണ്ടായിരുന്നു CPI. പക്ഷെ ഇതിൽ ആ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടിയത് താങ്കളുടെ ചിഹ്നം പറയാനായിരിക്കും. അതല്ല, അങ്ങനെ എങ്ങനെയാണ് ആ ചിഹ്നം എന്താണെന്ന് പറയാം, എങ്ങനെയാണ് താങ്കൾ അവതരിപ്പിച്ചത്? അത് ചിഹ്നം എന്ന് പറയുന്നത് കാഹളം മുഴക്കുന്ന മനുഷ്യൻ. അതായത് നമ്മുടെ യുദ്ധല്ലേ, യുദ്ധത്തിന്റെ മുമ്പായിട്ട് അല്ലെ വിപ്ലവത്തിന് മുമ്പായിട്ട് യെസ്, ഇതാണ് ഇതിന്റെ ചിഹ്നം. അത് മഹത്തായ ചിഹ്നമാണ്. അത് ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, എന്നാൽ കൂടി നമ്മളത് ബോധ്യപ്പെടുത്തിയില്ലേ, വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ അതെ. എന്തായാലും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് മണ്ണാർക്കാട് NCPയുടെ ഒരു മുഖമായി മാറിയ സദഖത്തുള്ള പട്ടലത്താണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളും അതുപോലെ തന്നെ മണ്ണാർക്കാടിന്റെ വികസന സ്വപ്നങ്ങളും അദ്ദേഹം നമ്മോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് വളരെ നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ്.